ഗൈസ്, നമുക്ക് രണ്ട് മൂത്ത സംഖ്യകളെ പറ്റി ഒരു ചർച്ച വെച്ചാലും. ആക്ച്വലി ഇപ്പം ഒരു വിധി വന്നിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അതായത് 991 നമുക്കൊരു നിയമമുണ്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുള്ള വസ്തുവകകൾ ആരുടെയൊക്കെ പേരിലാണോ അത് അവരുടെ പേരിൽ തന്നെ ഉണ്ടാവും. അതിന് മുമ്പുള്ളതും പിമ്പുള്ളതും കൊണ്ടുവന്ന് കിടന്ന് ബഹളം വെക്കരുത്. ഇതിന് കാരണമായത് 10 പള്ളികളെ പൊളിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള ഒരു കോപ്പ് കൂട്ടലും കൊണ്ട് ശവസേനയും ടീമുകളും RSS സംഘിവാണങ്ങളും ചേർന്ന് സുപ്രീം കോടതിയിട്ട് ഡിസ്റ്റേബ് ചെയ്തത് കൊണ്ടും അതിനെതിരെ ഒരു ഖണ്ഡനം വന്നതുകൊണ്ടുമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി അവിടുന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ വിധിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ആദ്യം ഈ വിധി കേട്ട ഉടനെ രണ്ട് മൂത്ത സംഖ്യകളും കൂടെ ഇരുന്ന് ചർച്ചയ്ക്കാണ്. നമുക്ക് ഇവന്മാരുടെ ചർച്ച ഒന്ന് കേൾക്കാം, നല്ല കോമഡിയാ, കേൾക്കാം. വല്ലാത്ത നിരാശാജനകമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ ആളുകൾ ചിലപ്പം എതിരഭിപ്രായം ഉണ്ടായിരിക്കും. ഏതായാലും ആരാധനാലയങ്ങൾ സംബന്ധിച്ചുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. 91 നരസിംഹറാവുവിന്റെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. 47 ശേഷം പുതിയ ആരാധനാലയ തർക്കങ്ങൾ പാടില്ല. അന്ന് 47 ഓഗസ്റ്റ് 15 പുതിയ ആരാധനാലയ തർക്കങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവന്റെ പേരാണ് വടയാർ സുനിൽ. ഇങ്ങനെയാണ് മിസ്റ്റർ രാധാകൃഷ്ണൻ. എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്, പരിചയപ്പെടുത്തുന്നതാണ്. ഓക്കെ, എന്താണോ സ്റ്റാറ്റസ് അത് രാമജന്മഭൂമി കേസിലൊഴികെ എല്ലാ അതേപോലെ നിൽക്കണം എന്നാണ്. അതിനുശേഷം പിന്നീട് പല സംഭവങ്ങളും സംബാൽ ഏറ്റവും അവസാനമുള്ള സംബാൽ വരെയുള്ള വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്യുന്ന ഒരു കേസ് പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇനി ഒരു ഹർജി കീഴ്ക്കോടതിയിൽ പരിഗണിക്കാൻ പാടില്ല എന്ന് പാടില്ല. അത് ഒരു ജനാധിപത്യ വിരുദ്ധമായ വിധിയാണെന്ന്. എന്ത് ജനാധിപത്യ വിരുദ്ധം? ഒരു കാര്യമുള്ളത്, ഞാൻ ഒരു ലിസ്റ്റ് വായിക്കാം. പുള്ളി ലിസ്റ്റ് വായിക്കണം, അത് കേൾക്കാം. മുസ്ലിം പള്ളികളാക്കി മാറ്റിയുള്ള അമ്പലങ്ങളുടെ ലിസ്റ്റ്. 1 ഖാൻ വ്യാപി പള്ളി, കാശി വിശ്വനാഥ ക്ഷേത്രം. 2 ഷാഹി ഇൽ തക്ക് മസ്ജിദ്, സമ്പല്ല് അല്ല കൃഷ്ണജന്മ മധുര കൃഷ്ണജന്മ അവസാന ക്ഷേത്രം. ജുമാ മസ്ജിദ് ഷമ്പല്ല്, അതൊക്കെ ഹരിഹര ക്ഷേത്രം. തീലാവാലി മസ്ജിദ്, ലക്നൗ ലക്ഷ്മൺ തീല ക്ഷേത്രം. പിന്നെ ജാമി മസ്ജിദ്, കാമാക്ഷി ക്ഷേത്രം, ഫത്തേപൂർ സിക്രി. അനാദ മസ്ജിദ്, മാതാ അഖില ദേവി ക്ഷേത്രം, ജാൻവി. ഷൂസി മസ്ജിദ്, നീലാരംഗ മഹാക്ഷേത്രം, ബദ്വാൻ. കുവൈറ്റ് അൽ ഇമാം പള്ളി, ഇസ്ലാം പള്ളി, ഡൽഹിയിലാണ്. കമാൽ മൗല മോസ്ക്, ഭോജശാല ക്ഷേത്രം, ഭോജശാല ക്ഷേത്രം മധ്യപ്രദേശ ധാരണ സ്ഥലത്താണ്. അവിടെ സമയത്ത് നോക്കിയാണ് ആജ്മീർ മസ്ജിദ്, സംഘടന മോചൻ മഹാക്ഷേത്രം, ആജ്മീർ തട്ടാണ്. 10 ഞാൻ പറഞ്ഞതാണ്. ഈ 10 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 10 ക്ഷേത്രങ്ങൾ തകർത്ത് പണിത പള്ളികളാണ്. തകർത്ത് പണിത വണ്ടിയാണ് മുഹമ്മദ് ജനിക്കുന്നതിനൊക്കെ എത്രയോ ആയിരത്താണ്ടുകൾക്ക് മുൻപാണ് ഈ പറഞ്ഞ ദേവി ദേവന്മാരുടെ പ്രതിഷ്ഠ ഇന്ത്യയിലുള്ളത്. 1400 ചരിത്രമുള്ള ഒരു മതമാണ്. ഇനി ഇവരുടെ ഒരു സ്വഭാവത്തിൽ എന്താ ഉള്ളത്? ഈ മക്കയും മദീനയും ഇവരുടെ പള്ളിയല്ല, ഇവർ പണിതല്ല, പിടിച്ചെടുത്ത് കൺവേർട്ട് ചെയ്തെടുത്തതാണ്. ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്ന് വെച്ചാല് മക്കയും മദീനയും മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി പണിത പള്ളിയല്ല, തദ്ദേശീയരായ ജനങ്ങളുടെ ക്ഷേത്രങ്ങളായി. അവിടുത്തെ ആദിമനിവാസികളുടെയും മറ്റും ഈ പള്ളികളും ക്ഷേത്രങ്ങളും പിടിച്ചടക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് മോസ്കാക്കി എടുക്കുകയാണ്. ഇവിടെയാണ് എനിക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നത്. മുസ്ലിങ്ങൾക്ക് ഒരു പള്ളി വേണം എന്നുണ്ടെങ്കിൽ അവരൊരു പള്ളി പണിതോട്ടെ. അതെ, അവർക്ക് ഈ പ്രതിഷ്ഠ അതല്ലടാ വാഴ അവിടെ പണിത് വെച്ചിരിക്കുന്നത്. ചേടാ, അവർക്കൊരു പള്ളി വേണമെങ്കിൽ അവർ പള്ളി പണിതോട്ടെ എന്ന് പറയണ്. അപ്പൊ പിന്നെ അവരോട് ഒരു പള്ളി പണിത്, അതിനിപ്പോ എന്താ പ്രശ്നം? ഇവൻ ആരെന്നറിയാമോ? 991 ഇവൻ ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? ഇവൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ഇവന് കണ്ണിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ഇവനിത് കണ്ണിച്ചൂടായിരുന്നോ? ഇവൻ ഇപ്പോഴെന്തിനാ ഈ വായ്ത്താളം അടിക്കണേ? ഇവൻ എന്താ അന്ന് മിണ്ടാതിരുന്നേ? അതവനക്ക് അതിന് അധികാരം ഉണ്ടല്ലോ, മീൻസ് ഇവന്റെ കയ്യിലാണല്ലോ. കോൺഗ്രസിന്റെ നേതാവാണ് ഇവൻ, കോൺഗ്രസിന്റെ ആളായിരുന്നു. കോൺഗ്രസിന്റെ കൊണാഫിക്കേഷൻ അവന്മാരുടെ കാലി നക്കി കാലി പിടിച്ച് വൈസ് ചാൻസലർ പദവിയിലേക്ക് കയറി കുത്തിയിരുന്ന അലവലാതിയാണ് ഈ വായി നോക്കി. എടാ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് 991 ഈ നിയമം വന്നപ്പോൾ തന്നെ നമുക്ക് പറയാറുന്നല്ലോ ഇത് പറ്റത്തില്ല എന്ന്. നീ എപ്പോൾ ഇരുന്നുകൊണ്ട് വായ്ത്താളം അടിക്കണ എന്തിനാടാ? ഇപ്പം ഇതിന് നല്ല നനഞ്ഞ മണ്ണാണ്. അന്ന് അവനിക്ക് അതാകണമായിരുന്നു. അതുകൊണ്ട് ഇവൻ മിണ്ടാതെ മണി മിണ്ടരുത് ചുപ്പുരഹോ എന്ന് പറഞ്ഞ് കയറി കുത്തിയിരുന്നു. പക്ഷെ VS അന്ന് ചാണ്ടി സർക്കാർ ഇരുന്നപ്പോഴത്തേക്കാണ് ഇവൻ വൈസ് ചാൻസലർ ആയത്. പിന്നീട് VS വന്നപ്പോൾ ഇവനെ പിടിച്ച് താഴെ ഇറക്കി. എന്നിട്ട് പറഞ്ഞു അതല്ല കാലാവധി തീർന്നിട്ട് തന്നെ, എന്നാലും പറഞ്ഞേ നീ മര്യാദയ്ക്ക് പോയി പിള്ളേരെ പഠിപ്പിക്കണം, നിനക്ക് പഠിപ്പിക്കാനാണ് യോഗ്യത, അല്ല വേറെ ഒന്നുമില്ലെന്ന്. പക്ഷെ ഇവ ഉടനെ കരച്ചിലായി. വൈസ് ചാൻസലറായിട്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പിന്നെ പഠിപ്പിക്കാൻ പോകാൻ പറ്റുമോ? എന്നെ കൊണ്ടെങ്കിലും പറ്റൂല. അങ്ങനെ MA ബേബിയും തെറി വിളിച്ചുകൊണ്ട് നടന്നായിരുന്നു കുറേ കാലം. എവിടെ ആരും മൈൻഡ് ചെയ്തില്ല, ലൊട്ടിലൊടുക്കും കൊണ്ട് നടന്നല്ല, ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ അവസാനം എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കാര്യം എന്ത് നടന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അങ്ങനെയാണ് ഇവൻ്റെ ഒരു ചരിത്രമുള്ളത്.
ഇപ്പം ഇവൻ അന്ന് വേണമെങ്കിൽ ഖണ്ഡിക്കായിരുന്നല്ലോ. ഇപ്പം ഇവനിക്ക് എന്തോ സാധിക്കാനുണ്ട്. ഇവൻ്റെ ഒരു മെയിൻ സ്വഭാവം എന്താണെന്ന് അറിയാം. ഭരണപക്ഷം ആരുടെ കയ്യിലാണോ അവന്മാരെ എങ്ങനെയും സോപ്പിട്ട് പിടിച്ച് അവന്മാരെ കൂടെ നിന്ന് കരി സാധിച്ചെടുക്കാം. അതാണ് ഇവൻ്റെ ലക്ഷ്യം. അതിനാണ് ഇപ്പം ഈ വായ്ത്താളം അടിക്കുന്നത്. കേൾക്കാം. പ്രാർത്ഥനാ സ്ഥലമാണ് പള്ളി. അവരൊരു പള്ളി പണിതോട്ടെ. പണിതല്ലോ. അവര് ഈ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പിടിച്ചടക്കി നശിപ്പിച്ച് പള്ളി പണിയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. എന്തിനാണ് അത് ചെയ്യുന്നത്? അപ്പൊ ചോദിച്ചുകൂടായിരുന്നു. അല്ലാതെ എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവര് പറയുന്ന ഈ സമാധാന പ്രിയരാണ്, ഭൂമിയിൽ സ്വർഗ തുല്യമായ ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇസ്ലാം ഉണ്ടാക്കിയത് എന്നൊക്കെയാണല്ലോ നമ്മള് പാണക്കാട് ശിഹാബ് തങ്ങളൊക്കെ പറയുന്നത്. ഈ പാണക്കാട് ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ ഇതിനൊരു ഉത്തരം പറയട്ടെ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? പാണക്കാട് നിങ്ങൾ ചന്ദ്രയില് ലേഖനം എഴുതിയില്ലേ, മറ്റേ ഹാഗിയ സോഫിയ പിടിച്ചെടുത്തുന്ന അത് ഈ മറ്റു മതസ്ഥരുടെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കി അതിനെ കൺവേർട്ട് ചെയ്ത് ഇസ്ലാമിക ദേവാലയങ്ങളാക്കി മാറ്റുക എന്നുള്ളത് ഇസ്ലാമിന്റെ ബ്ലഡിലുള്ള ശീലമാണ്. ജനിച്ച കാലം മുതലുള്ള ശീലമാണ്. എടാ തക്കാളി മോറന്മാരെ, എടാ പശുനക്കി തലയാ സനലേ. ഇവന്റെ പ്രശ്നം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇവൻ കൗമുദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവന്റെ പെണ്ണുമ്പിള്ള അവിടെ വർക്ക് ചെയ്യാണ് അക്കൗണ്ടന്റ് ആയിട്ട്. അപ്പം അവിടെ ജോയിൻ ചെയ്ത ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരത്തി മുസ്ലിമായിരുന്നു. പെണ്ണുമ്പിള അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ പെങ്കൊച്ചിനെയും കൊണ്ട് റിപ്പോർട്ടിന് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെങ്കൊച്ചിനെ എടുത്ത് വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് ഇവൻ ചുറ്റിത്തിരിയുമായിരുന്നു. ഇക്കാക്കമാര് കണ്ടുപിടിച്ച് കയ്യോടെ പൊക്കി. ഇവന്റെ പിന്നാമ്പുറം അവന്മാർ വിശാലമാക്കി കൊടുത്തെന്നാണ് അറിവ്. പാരയാ വേറെന്തരാ കുത്തിക്കയറ്റി കൊടുത്ത് ഇവന്റെ പിന്നാമ്പുറം കാക്കച്ചിമാരങ്ങോട്ട് വിശാലാക്കി കൊടുത്ത്. എൻ്റെ പൊന്ന് കാക്കച്ചിമാരെ, നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ട് ഒരുത്തം പോയാൽ അവന് 2 പൊട്ടിക്കണം. പക്ഷെ അവന്റെ പിന്നാമ്പുറത്ത് പാര കുത്തിക്കയറ്റി ഇമാതിരി പരിപാടി ചെയ്തുകൊണ്ടല്ലേ അവ ഈ ഇരുന്ന് ഇസ്ലാമിനെ അമരാവതിക്കുന്നത്. അടിച്ചാൽ ഒരു മയത്തിനൊക്കെ അടിക്കണ്ടേ കാക്കച്ചിമാരെ? ആ ഒരൊറ്റ വൈരാഗ്യമാണ് ഇവന്റെ കുത്തിത്തിരിപ്പ്. അല്ലെന്ന് ഇവൻ പറഞ്ഞ തർക്കിച്ച തെളിവ് ഉൾപ്പെടെ കൊണ്ടുവന്ന് തരാം. ഇവന്റെ പെണ്ണ് കേസ് അന്ന് കാക്കാമാർ ഊക്കിയ ഊക്കിലാണ് ഇവൻ ഈ ഇടി എത്രയും കിട്ടിയത്. അതുകൊണ്ടാണ് ഇവൻ ഇത്രയും. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഇവൻ എന്തിനാണ് ഈ പറയുന്ന മോറൻ 24 മണിക്കൂർ ഈ പശു നക്കി തലയാൻ ഈ മറ്റേ ഹിറ്റ്ലറുടെ പോലത്തെ മീശയും വെച്ചുകൊണ്ടിരുന്നുണ്ട് ഇവ ഇസ്ലാമിനെ അമരാവതിക്കുന്ന എന്താണെന്നാണ് നിങ്ങളുടെ വിചാരം? അവനൊരു ദേഷ്യമുണ്ട്. അവൻ്റെ പെണ്ണുമ്പിളെ അവിടെ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പെണ്ണുമ്പിൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റിപ്പോർട്ടർ എന്ന വ്യാജനെ ഒരു കൊച്ചു പെണ്ണിനെയും പിടിച്ചുകൊണ്ട് ഇറങ്ങി നടന്ന അവസാനം അവളുടെ വേണ്ടാത്തടത്തം കണ്ട കയറി പിടിച്ച് പെങ്കൊച്ച് ആങ്ങളമാരെയും ആപ്പായെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ വണ്ടിക്ക് ആൾ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോയി 6ാം പാരി നോക്കി പൊട്ടിച്ചങ്ങ് വിട്ടുകൊടുത്തു. അടി കൊണ്ട വേദനയിലായി ഈ പ്രശ്നം. അതാണ് ഇവൻ്റെ തിളപ്പ്. ഇനി മറ്റവനെ എടുക്കാം. അത്യാവശ്യം ബോധ നിലവാരമുണ്ട്, പഠിത്തമുണ്ട്, പ്രൊഫസർ എന്നൊക്കെയാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷേ ഇവനൊരു ചാണക സംഖ്യയാണ് എന്നുള്ളതിൻ്റെ തെളിവ് അവൻ അന്നേ ഷൂ നക്കിയാണ്. അവൻ അന്നേ ആളുകളുടെ കാല് നക്കി ജീവിക്കുന്നത്. അന്ന് കോൺഗ്രസിന്റെ കാല് നക്കിയും വേണ്ടാത്തടം നക്കിയാണ് അവൻ വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തിയത്. VS അധികാരത്തിലേറ്റ ഉടനെ പുള്ളിക്ക് മനസ്സിലായി ഇവൻ അത്ര വലിയ യോഗ്യനൊന്നുമല്ല, ഇനി അവനെ വെറുതെ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പോയി പിള്ളേരെ പഠിപ്പിച്ച ചമ്പളം ഇല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മിണ്ണാക്കും ഇല്ല എന്ന് പറഞ്ഞു. അത് MA ബേബിയാണ് പറഞ്ഞത്. ഉടനെ MA ബേബിയും തെറി വിളിച്ചുകൊണ്ട് ലാപ്പിളാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇപ്പം 2 എണ്ണം കൂടി ഇരുന്നിട്ട് അണ്ടിച്ചർച്ച നടത്തുകയാണ്. അല്ലെ, ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെ ഒട്ടാകെയുള്ള പ്രശ്നം അണ്ടിയാണ്. അണ്ടി കാണാനില്ല. അണ്ടി എവിടെ? വേർ ഈസ് അണ്ടി? ഇതാണ് അവന്മാരുടെ ടെൻഷൻ വീഴ്ക. അതിപ്പോൾ ആരുടെ അണ്ടിയാണെന്ന് നമുക്കറിയാൻ വയ്യ. യവന്മാർക്ക് ഇത് കാണാനില്ല. ഇത്രയും നാളും യവന്മാരെ ഈ ടെൻഷൻ കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ഈ ലോകത്ത് ഇപ്പം ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം യവന്മാർ പോയാൽ മക്കയും മദീനയിലും പോയി അണ്ടി വെപ്പു. അത് പണ്ടും പറയുന്നുണ്ട് അവിടെ ഉണ്ടെന്ന് അണ്ടി. എനിക്കറിയത്തില്ല. എടാ അവനവൻ്റെ നിക്കറൂരി നോക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോണകം മാറ്റി നോക്കി അവിടെ കാണും ഈ സാധനം. ഇതൊക്കെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ? സുപ്രീം കോടതിക്ക് പോലും മനസ്സിലായി യവന്മാർക്ക് 2 അടിയുടെ കുറവാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് 1991 വന്ന നിയമം അത് മതി, ഇനി കൂടുതൽ സുനായും കൊണ്ട് ഇങ്ങോട്ട് തള്ളി കയറരുത്. ഇവിടെ ഹർജികൾ എടുക്കുന്നില്ല. കീഴ്ക്കോടതികൾ ഒന്നും തന്നെ ഈ ഹർജികൾ എടുക്കരുത്. ഇവിടെ നിയമം മൂലം ഇത് നിരോധിക്കപ്പെട്ട സംഗതിയാണ്. ഇവിടെ നിയമം വന്ന് 33 വർഷങ്ങളായപ്പോഴും യവന്മാർ വീണ്ടും കിടന്ന് തുരക്കുകയാണ്. ഇവിടെ അണ്ടി കണ്ടില്ലെന്നും പറഞ്ഞ് അന്വേഷിച്ച അങ്ങേര് പറഞ്ഞാൽ നിങ്ങളെടുത്ത് വിളിച്ച് അങ്ങേര് അണ്ടി കാണാനില്ല എന്ന്. ഇതേപോലെയായിരുന്നു കുറേ കാലം. അങ്ങേര് അവിടെ ഇരുന്നപ്പം അങ്ങേര് കുത്തിയിരിക്കുന്ന ആളില്ല, അങ്ങേരുടെ സുനാ പെണ്ണുങ്ങൾ കയറി പിടിക്കും. കൊച്ചു പെമ്പിള്ളേർ അവിടെ പോയാൽ അങ്ങേരെ സുനായി കയറി പിടിക്കുന്നു. യവന്മാർക്ക് സുരാ സംരക്ഷണം, യവന്മാർക്ക് അണ്ടി സംരക്ഷണം ആകെ മൊത്തത്തിൽ. ഈ വിദ്വാനെ നിങ്ങൾക്ക് അറിയാമോ? ഈ വിദ്വാനെ എനിക്കൊന്ന് ശശിരാജാവില്ലേ, നമ്മുടെ പന്തളത്തെ ശശിരാജാവ്, ഇവനും ശശിരാജാവും കൂടെ ചേർന്ന് ഇവിടെ ഒരു അമ്പലത്തിൽ ഒരു ക്ഷേത്രത്തിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞ് അവിടെ ആരെങ്കിലും കയറിയാൽ, ഏത്
മലയിൽ പെണ്ണുങ്ങൾ കയറിയാൽ ഞങ്ങൾ തൂങ്ങിച്ചത്തുകളയുന്നു. സത്യം, അന്ന് ശശികല ചേച്ചിയാണ് തൂങ്ങിച്ചാവെന്ന് പറഞ്ഞത്, ആത്മഹത്യ എന്ന് പറഞ്ഞു. ആ ആത്മഹത്യ നാടകത്തിൽ ഇവനും ശശിരാജാവും ഉണ്ടായിരുന്നു. അത് കെ രാധാകൃഷ്ണനും ശശിരാജാവും കൂടെ പറഞ്ഞു. വലിയ ഓത്തൊക്കെ പറഞ്ഞ് ആളുകളെയൊക്കെ വിളിച്ചു നിർത്തിയിട്ട് ഭയങ്കര പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് പറഞ്ഞു ഞാനും തൂങ്ങിച്ചത്തുകളയുന്നു. അവസാനം പെണ്ണുങ്ങൾ അവിടെ പോയി കയറി, ബിന്ദു അമ്മിണിയൊക്കെ കയറി. പിറ്റേന്ന് തന്നെ അവനെ കാണാൻ ഞാൻ ചോദിച്ചവൻ ചത്തൊന്നു. മാനാഭിമാനമുള്ളവൻ, നാക്കിന് വിലയുള്ളവനാണെങ്കിൽ പറഞ്ഞ പോലെ ചെയ്യണം. ചത്ത് കളയുമെന്ന് പറഞ്ഞാൽ ചത്ത് കളയണം. ചത്തില്ല അവങ്ങട്, നീ ചത്തില്ലേടാ. പറഞ്ഞേ, ഇതേ ഒരു ഇസ്ലാമാണ് പറഞ്ഞിരുന്നെങ്കിൽ അവർ തൂങ്ങിച്ചത്തിട്ടുണ്ടാവും. സത്യത്തിൽ ഇസ്ലാമിൽ ആത്മഹത്യ പാടില്ല എന്നാണ്. പക്ഷെ അവർ വാക്ക് പറഞ്ഞാൽ ചെയ്യും. ആത്മഹത്യ ചെയ്യുമെന്ന് അവർ പറഞ്ഞാൽ ചെയ്യും. എടാ നീ അല്ലടാ ചാവൂന്ന് പറഞ്ഞു, എന്നിട്ട് നീ ചാവാതെ നടക്കണം എന്തിനാ അലവലാതി. അയ്യേ അൽവാണം. എന്താണത്? ഇനി ഒരൊറ്റ മതസ്ഥാപനവും കൺവേർഷൻ സാധ്യമല്ല. എക്സാക്ട്ലി. അപ്പൊ ഇതിനകത്തൊരു ചോദ്യം, അപ്പൊ കൺവേർഷൻ ശരിയായ ഒരു രീതിയല്ല, അല്ലെങ്കിൽ തടയേണ്ട കാര്യമില്ല. ഒരു ആരാധനാലയത്തെ പിടിച്ചടക്കി അതിനെ നശിപ്പിച്ച് വേറൊരു ആരാധനാലയമാക്കി മാറ്റുന്നത് നല്ല രീതിയല്ല. അതിന്റെ മുഖത്ത് സമ്മതിക്കുന്നുണ്ട്, അതിന്റെ ഫേസിൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൺവേർഷൻ പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 10 സ്ഥാപനങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. കേരളത്തിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തലശ്ശേരിയിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. കാരണം ക്ഷേത്രങ്ങൾ നേരെ കൺവേർട്ട് ചെയ്ത് പള്ളികളാക്കി വെച്ചതിന്റെ ഞാൻ കണ്ടിട്ടുണ്ട് തലശ്ശേരി, മലനാട്ടിലൊക്കെ. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മനുഷ്യരുടെ മനസ്സിൽ മായാത്ത മുറിവുകൾ ഏൽപ്പിക്കും എന്ന് പറയണമെങ്കിൽ ഇത് നേരത്തെ കൺവേർട്ട് ചെയ്തപ്പോ ഏൽപ്പിച്ച മുറിവും ഇന്നുള്ള മുറിവ് അവശേഷിക്കുന്നുണ്ടല്ലോ. ആ മുറിവ് കുഴപ്പമില്ല. അല്ല, രണ്ട് റോക്കറ്റുകളെ അതിനു മുമ്പ് ഇത് ബുദ്ധമത വിഹാര കേന്ദ്രമല്ലായിരുന്നു. ശബരിമല ബുദ്ധമത വിഹാര കേന്ദ്രം എന്ന് പറഞ്ഞ ഗവൺമെന്റാ. അവര് ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ആദിവാസികളുടേതാണെന്നും അത് ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്ക് മുറിവില്ലേ? അവിടെ പൂജാരിയായിട്ട് പോലും ഒരു ആദിവാസി വയ്ക്കാൻ തയ്യാറുമല്ല. അപ്പോൾ അവർക്ക് മുറിവില്ലേ? അതല്ലാതെ വേറെ 2 അമ്പലമുണ്ട്. കൊടുങ്ങല്ലൂർ അമ്പലം, വൈക്കം ക്ഷേത്രമൊക്കെ എപ്പോഴാ നിങ്ങളുടേതായത്? അത് ബുദ്ധമത വിഹാര കേന്ദ്രങ്ങളാണ്. പാലിയ ഭാഷയിൽ പള്ളി എന്ന് പറയുന്നതൊക്കെ തന്നെ ബുദ്ധന്റെ വിഹാര കേന്ദ്രങ്ങളാണ്. അത് പാലി ഭാഷയാണ്. ആ പാലി ഭാഷയിലുള്ള പള്ളികൾ അങ്ങനെയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളിയൊക്കെ അങ്ങനെ തന്നെ ബുദ്ധന്റെ വിഹാര കേന്ദ്രങ്ങളാണ്. അങ്ങനെ കുറെ പള്ളി വെച്ചിട്ടുള്ള സ്ഥലങ്ങളില്ലേ? മറ്റേ പള്ളി മാടമ്പള്ളി വരുമില്ലേ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നാലും പള്ളി എന്ന് പറഞ്ഞാൽ പാലി ഭാഷയിൽ ബുദ്ധമത വിഹാര കേന്ദ്രങ്ങൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബുദ്ധന്മാർ വന്നാൽ വീണ്ടും അവരും കുഴിക്കും. നല്ല നിയമമാണ്, നല്ലൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. കുഴിച്ച് കിടക്കുക. പിന്നെ ശിവൻ പറഞ്ഞാടേ അങ്ങേരത് സാധനം കാണാനില്ല, നിങ്ങളിങ്ങനെ അന്വേഷിച്ച് കിടക്കേ. നാണമില്ലടാ നിനക്കൊക്കെ. ജനാധിപത്യം ഇരുന്ന് പറയുന്ന 2 പഠിച്ച മുട്ടാളുകൾ. അല്ല അതുണ്ടല്ലോ, ആ പ്രശ്നമുണ്ട്. അപ്പൊ ഇവരുടെ ഈ നിയമത്തിൽ തന്നെ പറയുന്ന സെക്ഷൻ 3 കൺവേർഷൻ ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ചെയ്യാൻ പാടില്ല. ഈ 47 സാൻക്ടിറ്റി എന്താണ്? സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് മാത്രമല്ല, സ്വാതന്ത്ര്യം കിട്ടി എന്ന ഒറ്റ കാര്യം കൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യർ അവരുടെ പൂർവികന്മാര് സഹസ്രാബ്ദങ്ങളായി എന്തരി അന്തരി സഹസ്രാബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ 1000 വർഷം എന്നല്ലേ തള്ള? നീ ഒരു അരയനല്ലേടാ അളിയ അരയാ? അനക്ക് എപ്പോഴാടാ ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിയത്? അതിജെന്ന് ഓർത്തെടുത്താണ്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ നായന്മാർ ആദ്യം നിൽക്കും, ആദ്യം ബ്രാഹ്മണനാണ് കേട്ടോ, പിന്നെ നായന്മാരിക്കും. നായന്മാർക്ക് ശേഷം 12 അടി ഇട്ടുകൊണ്ട് ഈഴവന്മാർ നിൽക്കും. ഈഴവന്മാർക്ക് ഇപ്പുറം ഈ അരയന്മാർ നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു 12 അടി 24 അടി അപ്പുറത്ത് നിന്ന് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നൊരു ഇതുണ്ടായിരുന്നു. വള്ളത്തിനകത്ത് നിന്ന് സമ്മേളനം നടത്തിയ ഒരു ചരിത്രമുള്ള അരയനാണ് ഇരുന്ന് കൊണ്ട് കൊണ പറയുന്നത്. അത് എന്നുള്ളടാ 100 വർഷം മുമ്പ് നടന്ന കാര്യമായി പറയണത്. ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റൂലായിരുന്നു, അയിത്തമായിരുന്നു. നിനക്കൊക്കെ അയിത്തം തീർന്നു. ഇപ്പം അയിത്ത ചടങ്ങൊക്കെ കൊണ്ടുവരാൻ മുഹമ്മദ് അലി കൊള്ളായിരുന്നു. ഏത്? അന്ന് മുഹമ്മദ് അലി മുസ്ലിംസ് വേണമായിരുന്നു. അന്ന് ഈ ലിംഗം അന്വേഷിങ്ങൾക്ക് പോകണ്ടായിരുന്നു. അന്ന് ഈ ലിംഗപ്രശ്നം ഇല്ലായിരുന്നു. അവർ അമ്പലം തോണ്ടേ, അമ്പലത്തിനകത്തുനിന്ന് മസ്ജിദ് വെക്കുക, എന്ത് വേണോ വെച്ചോട്ട്. ഞമ്മക്ക് കുഴി കുത്തി അതിനകത്ത് കഞ്ഞി വിളമ്പി തരുന്നതായിരുന്നു ഇഷ്ടം. ഇല്ലയോടാ? അന്ന് കൊള്ളായിരുന്നു മുഹമ്മദ് അലി, അന്ന് കൊള്ളായിരുന്നു.
സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് ഞങ്ങളെയും കൂടെ രക്ഷിക്കണേ, ഞങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞ് കുത്തിക്കേറിയ നാറി സഹസ്രാബ്ദങ്ങളുടെ കാര്യങ്ങൾ പറയാൻ നിനക്ക് നാണയില്ലടാ വാണക്കുറ്റി. എന്നടാ നിനക്കൊക്കെ ഇതുപോലെ ക്ഷേത്രം ഉണ്ടായത്? നീയൊക്കെ എന്നടാ ക്ഷേത്രത്തിൽ കയറാൻ തുടങ്ങിയത്? പട്ടിക്കും പൂച്ചയ്ക്കും പോരാ കയറി പോകാൻ പറ്റുന്ന സ്ഥലത്തൂടെ നടക്കാൻ പോലും പ്രാപ്തിയില്ലായിരുന്ന നീയൊക്കെയാണാടാ വായ്ത്താളടിക്കുന്നത്. നിനക്ക് നിന്റെ ജാതി ഏതെന്ന് ഓർമ്മേണ്ട. കഷ്ടം തന്നെടാ. ധരിച്ചു വരുന്ന അനുഷ്ഠാനങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥനകളും പൂജകളും അടങ്ങുന്ന ക്ഷേത്രങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ ന്യായം എന്താണ്? ഇത് നിനക്ക് അന്ന് ചോദിച്ചുകൂടായിരുന്ന? എടാ 1991 നീ കോൺഗ്രസിന്റെ സ്വന്തം ആളല്ലായിരുന്ന? നീ അവരുടെ ജട്ടി നക്കിയല്ലായിരുന്ന? ജട്ടി നക്കിയാലേ നീ വൈസ് ചാൻസലർ ആയത്. നീ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയത് എങ്ങനെയാടാ? ജട്ടി നക്കിയല്ലായിരുന്ന? നിനക്കൊരു യോഗ്യതയില്ലെന്ന് VS കണ്ടുപിടിച്ചായിരുന്നല്ല? അപ്പം നിനക്ക് അപ്പോഴങ്ങോട്ട് ചോദിച്ചാൽ പോരായിരുന്ന? ഓ എന്തുവാ എന്താണ്? അങ്ങനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇവിടെ കലാപം നടക്കും. അതാണല്ലോ പറയുന്നത്. അതെ അതെ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഈ രാജ്യത്ത് കലാപരഹിതമായ മതസൗഹാർദ്ദം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ അവര് കീഴടക്കണം എന്ന് മാത്രമല്ല അവരുടെ എല്ലാ അവകാശങ്ങളും ഉപേക്ഷിക്കണം എന്ന് വരുന്നത്. പിന്നെ ഹിന്ദുക്കളുടെ അവകാശം എന്ന് പറയണത് ശിവന്റെ ലിംഗത്തിനകത്തല്ലയോ? ശിവന്റെ ലിംഗം അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ അതിനകത്താണ് ജന്തുക്കളുടെ അവകാശം ഇരിക്കുന്നത്. എന്നാണ് ഈ ഹിന്ദുക്കളെന്ന് പറയാൻ പറ്റിയത്? എടാ ഇതിനാണ് ശുദ്ധമായ ഭാഷയെ പറയുന്നത്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ പിന്നെ കോരായണ. മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാൻ തയ്യാറായത് ഇസ്ലാമിയരുടെ സാക്രിഫൈസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. മഹാത്മാഗാന്ധിക്ക് പോലും അറിയില്ലായിരുന്നു, അങ്ങേർക്ക് പോലും കിബില തെറ്റി നടപ്പായിരുന്നു. നാരായണ ഗുരു നടത്തിയ ഭോജനശാലയിലേക്ക് ഭോജനം കഴിക്കാൻ വന്ന നെഹ്റുവിനും മഹാത്മാഗാന്ധിക്കും 2 പന്തി വെച്ചപ്പോഴത്തേക്ക് തന്നെ അങ്ങേര് പറഞ്ഞു ഇത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന്. അങ്ങേർക്ക് മനസ്സിലായില്ല, പണ്ഡിറ്റിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ മനസ്സിലായ കുറച്ച് മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ മുൻധാരയിലേക്ക് കൊണ്ടുവന്നത്. അരയന്മാർക്ക് എന്ത് വാല്യൂ ആണ് ഇവർക്ക് കൊടുത്തതെന്ന് നമ്മൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, 12 അടി 24 അടിയായിരുന്നു. ഈഴവന്മാർക്ക് 12 അടി കുഴപ്പമില്ലായിരുന്നു. അവരാണ് ഈ കംപ്ലൈൻറ്റും കൊണ്ട് ഇറങ്ങിയത്. 24 അടിയുള്ളവന്മാർ കംപ്ലൈൻറ്റിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. കഷ്ടമെന്നല്ലാതെ എന്താ പറയുക. ഇവർ വിചാരിച്ചിരുന്നെങ്കിൽ ഇവർ പറയുന്ന കണക്ക് ഈ മാറ്റങ്ങൾ അതിപ്പോൾ അവന്മാർ പറയും, അത് കേൾക്കാം. നിയമമാണ്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇതിന്റെ സെക്ഷനിൽ പറയുന്ന ഒരു കാര്യം 6 സെക്ഷൻ 6 എന്താ പറയുന്നത് അറിയാം? അങ്ങനെ കൺവേർഷൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവരെ 3 വർഷം തടവിന് ശിക്ഷിക്കും. മിടുക്കൻ. ആരായിരുന്നാലും അത് മിടുക്കനാണ്. 3 കൊല്ലത്തേക്ക് ഉണ്ട തീറ്റിക്കണോടാ. അതോടെ നിനക്ക് തീരും അണ്ടി അന്വേഷണം. ഈ അണ്ടി സംരക്ഷണവും അണ്ടി അന്വേഷണവും തീരും. കുറെ കാലം അവിടെ ശബരിമലയിലായിരുന്നു. അവിടെ എന്തെന്നാ സംരക്ഷണമായിരുന്നു. പെണ്ണുങ്ങളെ കണ്ട എന്തര വെള്ളം പോകുന്നു എനിക്കറിയാൻ വയ്യ. എന്തരാണ് പ്രശ്നം എന്ന് അറിയാൻ വയ്യ. അല്ലേ തന്നെ നമ്മൾ 40 ദിവസത്തെ വ്രതം എടുത്തുകൊണ്ട് പോകുന്നവർക്ക് പെണ്ണുങ്ങളെ കണ്ട അത് ആണുങ്ങളെ കണ്ട അതൊരു വ്രതമാണ്. ആ വ്രതം തെറ്റുമെന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ജന്തുജാലങ്ങളെ എന്തോ പറയാനാ. അല്ല അത് നമ്മളിനി പറയണ്ട പോട്ട്. അല്ല അന്ന് സൂയിസൈഡൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വലിയ വീരവാദമൊക്കെ മുഴക്കിയായിരുന്നു. വായ്ത്താളം മാത്രമേ ഉള്ളൂ. എന്താ അവകാശമെല്ലാം നിശ്ചയിക്കുന്ന ഇപ്പൊ ABC മലയാളം ചാനലാണ്. ABC മലയാളം ചാനൽ നിശ്ചയിക്കും, ബാക്കിയുള്ളവരനുസരിച്ച് വേണം. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ഭരണഘടന തന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഇനി അവന്മാര് ഭരിക്കും, നമ്മൾ മാറിയിരിക്കും. അവകാശമുണ്ട് എന്ന നിലക്ക് വരുന്നത് തെറ്റ്. കോടതിക്ക് അവകാശമില്ല. ആ കള്ള നോട്ടം കണ്ടോ? കള്ള നോട്ടം. ഇത് ഒന്ന് കോടതിക്ക് ഈ കാര്യത്തിൽ ആദ്യത്തിന് ഇങ്ങനെ പറയാനുള്ള അവകാശം ഭരണഘടനയിൽ പറയുന്ന ഒരു വകുപ്പാണ്. പിന്നെ എന്തിലിടപെടണം? നീയും പെണ്ണുമ്പളെ കൊണ്ട് അടികൂടിയതിൽ ഇടപെടണോ? മുസ്ലിം പെങ്കൊച്ചിനെ പിഴപ്പിക്കാൻ കൊണ്ടുപോയതിൽ ഇടപെടണോ? പിഴപ്പിക്കാൻ കൊണ്ടുപോയ വഴിക്ക് അവളെ ആങ്ങളമാര് പിടിച്ച് അണ്ടി വെട്ടിയതിനെ പറ്റി ഇടപെടണോ? അതിലൊക്കെയാണോ പിന്നെ കോടതി ഇടപെടേണ്ടത്? അതിലൊക്കെ കോടതി ഇടപെട്ടോ അത്യാവശ്യം നമുക്ക് ഇടിയും കിട്ടിയും നമുക്കറിയാം. എന്തിലിടപെടണോടാ? രാജ്യത്തെ സുരക്ഷയും സമാധാനവും നോക്കുക എന്നുള്ളത് കോടതിയുടെ ഉത്തരവാദിത്വമാണ്. കോടതി നല്ല ഓരോ പൗരന്റെ ഉത്തരവാദിത്വം. നീയൊക്കെ പൗരന്മാർ പോലും അല്ല, നീയൊക്കെ വെറും രാജ്യദ്രോഹികൾ. അത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ തെറ്റായിരുന്നെങ്കിൽ ഇന്നലത്തെ കൺവേർഷനും തെറ്റാണ്, ഇന്നത്തെ കൺവേർഷൻ തെറ്റാണ്.
ഇന്നലത്തെ കൺവേർഷൻ ശരി, ഇന്നത്തെ കൺവേർഷൻ തെറ്റ് എന്ന് പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ഇന്നലത്തെ കൺവേർഷൻ തെറ്റാണ്, പിന്നെ നിങ്ങൾ അത് സഹിക്കും എന്ന് പറയുന്നു, അംഗീകരിക്കാൻ അല്ല, അതും വേറൊരു കാര്യമുണ്ട്. അതിന് മുമ്പ് ഒരു കൺവേർഷൻ നടന്നിട്ടുണ്ട്. ബുദ്ധമത വിഹാര കേന്ദ്രങ്ങൾ തല്ലിപ്പൊളിച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ആ കൺവേർഷനെ നിങ്ങൾ അംഗീകരിക്കണം. ഇപ്പൊ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കൺവേർഷൻ അംഗീകരിക്കുന്നില്ലേ? എന്നാൽ പിന്നെ ആ കൺവേർഷനും വിട്ടിട്ട് ബുദ്ധമതക്കാർക്കും വിട്ടുവിട. എടാ, നളന്ദ തക്ഷശില എന്നൊക്കെ പറഞ്ഞ അഭിമാന പുരസരം കൊണ്ടു കിടക്കുന്നത് ഹിന്ദുവിൻ്റെ അല്ലടാ, അത് ബുദ്ധന്മാരുടേതാ. അങ്ങനെ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിണ്ണാക്കും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ തിരിച്ചോ, ഒരു വിഭാഗം ജനതയെ ആക്രമിക്കുകയും അപമാനിക്കുകയും അപരവൽക്കരിക്കുകയും നിരന്തരം ഇരുന്നു കൊണ്ട് തോന്നിവാസം പറയുകയും ചെയ്യുന്നത് ഞങ്ങൾ മറക്കണമെന്ന് എന്തടിസ്ഥാനത്തിലാണ്ടാ നീ പറയുന്നേ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് തെറ്റാണ് എന്ന് കോടതിക്ക് നിയമത്തിൽ എനിക്ക് വല്ലാതെ ഭയമുണ്ട് സാർ. കാരണം നമ്മുടെ ഈ ന്യായാധിപന്മാർ, അവന് പേടിയുണ്ട്. കാരണം അവൻ മേത്തന്മാരെ കൈകൊണ്ട് അടികൊണ്ട് നല്ല ശീല. മേത്തന്മാരെ അവൻ ഓർത്തല്ല, അവന്റെ നൈറ്റ് മേഴ്സ് മുഴുക്ക മേത്തന്മാരല്ല. മേത്തച്ചി പെണ്ണെ കയറി പിടിച്ചതില്ലേ അണ്ടിക്ക് അടി കിട്ടി, കറണ്ട് അടിപ്പിച്ചെന്നാ ഞാൻ കേട്ടെ. കൊതവും പൊളിച്ച് അണ്ടിക്കും അടി കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് തിരിച്ചു പോകുമ്പോൾ അവർ ചരിത്രത്തിൽ ഇടം പിടിക്കണം എന്ന് ചില വാശിയാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച മനുഷ്യർ ഒരുപാട് പേരുണ്ട്. അല്ലല്ലോ, അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്. നീ പറയുന്ന ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിക്കുകയും അപരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യർ നേടിയ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ടടാ. ചരിത്രത്തിലുണ്ട് അവരുടെ പേരുകൾ. തിരുവിതാംകൂർ മഹാരാജാവിനും കൊച്ചി മഹാരാജാവിനും ഒക്കെ ഉള്ള ചരിത്രമല്ലടാ ഹൈദരാലിയുടെ ചരിത്രം, ടിപ്പു സുൽത്താൻ്റെ അപ്പൻ്റെ ചരിത്രം. ഇടയ്ക്കിടത്ത് ചരിത്രം എടുത്തു വെച്ചൊന്ന് വായിച്ചു നോക്കണം. അവിടെ ആദ്യമായി തന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിന് അടിച്ചു തുരത്താൻ കഴിവുണ്ടായിരുന്നത് ഹൈദരാലിക്കായിരുന്നു. കൂടെ നിർത്തിയത് ഒരു പെണ്ണിനെയാടാ. സ്ത്രീ വിരുദ്ധരെന്നും സ്ത്രീകളെ മാറ്റി നിർത്തുന്നവരെന്നും പറഞ്ഞ അദ്ദേഹം തെളിയിച്ചു തന്ന കാര്യമാണ് സ്ത്രീകളുടെ കൂടെ ചേർന്ന് നിന്നാൽ എന്തൊക്കെ സംഭവിക്കും, എന്ത് നേടാമെന്നുള്ളത്. വേലു നാച്ചിയാർ എന്ന തമിഴച്ചിയുടെ കൂടെ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുകയും 2 പ്രാവശ്യം അവന്മാരെ ഇവിടുന്ന് പായിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഹൈദരാലി. ചരിത്രത്തിൽ അവരുടെ പേരവിടെ എഴുതിയിട്ടുണ്ട്, സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് അലി കൂടെ നിന്ന് TK മാധവന് വേണ്ടിയിട്ടും അവൻ്റെ അച്ഛന് വേണ്ടിയിട്ടും, അവൻ്റെ ഉദ്ദേശം അച്ഛനായിരുന്നു. എൻ്റെ അച്ഛൻ അപമാനിക്കപ്പെട്ടു. നാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്കും നാരായണ ഗുരു അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ്. മുഹമ്മദ് അലിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർക്ക് നടക്കാനുള്ള വഴി ആരും മറച്ചില്ല. ക്രിസ്ത്യാനിക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് ഈ പറയുന്ന താഴ്ന്ന വിഭാഗക്കാർ മനുഷ്യരാണെന്ന ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടും. എൻ്റെ വിഭാഗക്കാർ സ്വാതന്ത്ര്യ സമര സേനാനിയായി പങ്കെടുക്കണമെങ്കിൽ ഈ ഒരു നിയമം ഇവിടെ വേണമെന്നും ഇതിനു വേണ്ടി ഞങ്ങൾ പൊരുതുമെന്നും ഇതിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ആർജവത്തോടു കൂടി മുഹമ്മദ് അലി പറഞ്ഞത് ചരിത്രത്തിൽ എഴുതി വെക്കുമടാ. അങ്ങേരുടെ പേര്, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര്, അതിനകത്തുമുണ്ടൊരു ചരിത്രം. ആബിദ ബീഗം, 4 ആൺമക്കൾ, ഭർത്താവ് മരണപ്പെട്ടു പോയി. എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം ആ സ്ത്രീ ആ കുട്ടികളെ വളർത്തി അവിടം വരെ കൊണ്ടെത്തിക്കാൻ. 2 പിടിച്ച് ജയിലിലിട്ടു. ബ്രിട്ടീഷ് സർക്കാർ ചോദിച്ചു, മാപ്പെഴുതി തരാമോ, ഇറക്കി വിടാൻ നിങ്ങളുടെ മക്കളെ. ഞാനാണെങ്കിലും പറയൂടാ ഇറക്കി വിടാൻ, കാരണം എനിക്ക് കുഞ്ഞുങ്ങളാ പ്രയോറിറ്റി. ആ അമ്മ അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ മക്കൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ജയിലിൽ കിടക്കുന്നത്. മക്കൾക്ക് കത്തെഴുതി, മരിക്കുകയാണെങ്കിൽ വീരമൃത്യുവാണ്, നിങ്ങൾ മരിച്ചുകൊള്ളൂ, നിങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നത് എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള വിധവയായ ഒരു അമ്മയുണ്ടായിരുന്നു. അവരുടെ പേരാണ് ആബിദ ബീഗം. എഴുതി വെക്കുമട അവരുടെ പേരുകൾ സ്വർണ്ണ ലിപികളിൽ. ഇന്നും താഴ്ന്ന വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരെണ്ണം സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വന്നതായിട്ടൊന്ന് കാണിച്ചെങ്കിലും തരാമോടാ? ഇന്നുമില്ല നിങ്ങൾക്കിടയിൽ. സ്വർണ്ണലിപികളിൽ എഴുതി വെക്കാൻ ഒരു ഫാത്തിമ ബീബി ഉണ്ടായിരുന്നു ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് അവർ സുപ്രീം കോടതിയിൽ. അപ്പോൾ ലിപികളിൽ ചേർത്ത് വെക്കാൻ തക്കവണ്ണം പ്രാക്ടിക്കലായി അത്രയും തന്നെ പ്രിയോറിറ്റൈസ് ചെയ്ത ഒരു വിഭാഗമാണ് ഇസ്ലാം വിഭാഗം. ചില മതൂതികൾ അതിനകത്ത് കയറി വായ്ത്താളം അടിക്കുന്ന കുറേ പണ്ഡിതന്മാർ കാരണം നിങ്ങൾക്ക് ഈസിനെസ്സായി. തിരിച്ച് അതേ നാണയത്തിൽ അതേപോലെ തിരിച്ച് പറയാൻ തൻ്റെ ഇടവും ആർജവും ഉള്ള സമൂഹം അവിടുന്ന് ഉയർന്നു വരുന്നത് നിനക്ക് നിമിഷങ്ങൾക്കുള്ളിൽ കാണാം. മാസങ്ങൾക്കുള്ളിൽ നിനക്കത് തിരിച്ച് കിട്ടും, തിരിച്ച് പറയിച്ചിരിക്കും. ഈ പറയുന്ന വൃത്തികെട്ട പണ്ഡിത ശിരോമണികൾ പറയുന്നത് വായ്ത്താളമായി എടുത്തുകൊണ്ടുവരുന്ന വിഭാഗം പോലെ നിങ്ങൾക്കിടയിലുമുണ്ട് വൃത്തികെട്ടവന്മാർ. അവന്മാർ പറയുന്നത് ഞങ്ങളും എടുത്തുകൊണ്ടുവരും. അപ്പം എങ്ങനെ ഉണ്ടാവും അവഹേളനമെന്ന് ഓർക്കുക. ഇപ്പോഴും എൻ്റെ ടൈം ലൈനിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് എഴുതി വെക്കുന്നത് ദയവ് ചെയ്ത് മറ്റുള്ളവരെ അവഹേളിക്കരുതെന്നാണ്. ഇതൊരു വാണിംഗ് ആണ്. എന്ത് വന്നാലും നെഞ്ച് വിരിച്ചുകൊണ്ട് വെടിയുണ്ട ഏറ്റാൽ നിന്ന് മരിക്കുമെന്ന് പറയുമെന്നതിനപ്പുറം
ഇവിടെ അവഹേളിച്ചാൽ അവിടെയും അവഹേളനം ഉണ്ടാവും. ഇതേപോലൊരു സാധനം ഇപ്പുറത്ത് ഞങ്ങൾ തുടങ്ങും. അതിലിരുന്നു കൊണ്ട് ഞങ്ങളും ഇതുപോലെ പറയിപ്പിക്കരുത്. നിർത്തിക്കോ, അതാണ് നിനക്ക് നല്ലത്. ഈ 2 പേരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ശങ്കികൾ ഇങ്ങനെ കിടന്ന് മുട്ടൻ സാധനം പറയണം. വെളുത്തു തുടുത്ത് അലുവ കഷ്ണം പോലിരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ സുനാ പൊങ്ങിയതൊരു കുറ്റമല്ലടാ. ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇറ്റ്സ് ക്വൈറ്റ് ഹാപ്പനിങ്. പക്ഷെ ആഗ്രഹം തീരാൻ എന്ത് ചെയ്യണമെന്നോ, പെണ്ണും പിള്ളയെ അതുപോലെ നല്ല മൊഞ്ചത്തിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കണം. അത്യാവശ്യം ആഹാരവും ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഓളും കൊഴുക്കും. കൊഴുത്ത പെങ്കൊച്ചിനെ കണ്ടുടഞ്ഞ് സുനാ പൊങ്ങി അതിനെയും കൊണ്ട് ചുറ്റാൻ പോയപ്പം വീട്ടിൽ ആങ്ങളമാർ ചോദ്യം ചെയ്തതിൻ്റെ സുനാക്കിയിട്ട് കറണ്ടടിപ്പിച്ചതിന് ഒരു സമൂഹത്തെ വെച്ച് അപരാധിക്കല്ലേടാ സുനലേ അലബലാതി. അത്രയേ ഉള്ളൂ. ചന്ദ്രയോട് തന്നെ പറയുന്നു, എന്നെ ചരിത്രം അങ്ങനെ വായിക്കുമെന്ന് എനിക്ക് ആശങ്കയുണ്ടെന്ന് പറയുന്നു. സജീവനെ സംബന്ധിച്ച് അദ്ദേഹം സമീപകാലത്ത് പറഞ്ഞ ഈ സെക്കുലറിസം വിധി നിലനിൽക്കെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് 7/6 അല്ലാതെ അതൊരു യുനാനിമസ് വെച്ചിട്ട് പാടാ 2 കൂടെ എടുത്തിട്ട് വായത്താളെടുക്കുന്നു. ഈ വായനാറികളെയൊന്നും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവത്തില്ല കേട്ടോ. ഞാൻ വല്ലതും പറഞ്ഞു പോകും. എക്സ്ക്യൂസ് മീ, ഇസ്ലാം വിഭാഗത്തിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ അവഹേളിക്കുമ്പോൾ അതേ നാണയത്തിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തത് നമ്മളുടെ ജെനുവിനിറ്റിയാണ്. ആ ജെനുവിനിറ്റി ഉള്ളവരോട് മാത്രം നമ്മളത് ചെയ്താൽ മതി. ഒരു പേപ്പട്ടി പോവുകയാണ്, നിങ്ങൾ അവനോട് വേദം പറയരുത്, അടിച്ചു തുരത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് ഒരു ജെനുവിനിറ്റിയും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അവനെ ഉഷു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ അവൻ ഉഷു എന്ന് പോകില്ല. അവൻ കയറി സുനാ കടിച്ചുകൊണ്ട് പോകും. പേ പിടിച്ചാൽ നാക്ക് തൊങ്ങിയിട്ട് വെള്ളം ഇറക്കാൻ പറ്റാതെ ചത്തുപോക്കും. അങ്ങനെ വേണോ? നിങ്ങളുടെ കൂട്ടരെയും കടിക്കും. വേണോ? പകരം അതിന് തല്ലി കൊല്ലണം, തല്ലി തന്നെ കൊല്ലണം. അങ്ങനെ പാടുള്ളൂ. അടിച്ചോടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള വിഷജന്തുക്കളാണിത്. ഹിന്ദുമത വിശ്വാസികൾ ഇങ്ങനെ പറയില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. മതവിശ്വാസമുള്ള ഒരു വ്യക്തിയും ഇതുപോലൊരു വൃത്തികേടിന് കൂട്ടു നിൽക്കത്തില്ല. അതിനകത്തിരുന്നു കൊണ്ട് തീവ്രത പറയുന്ന ഇവന്മാരുടെ ഉള്ളിലുള്ള ആ വിഷമുണ്ടല്ലോ, അത് അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണ്. നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ യൂണിറ്റി, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ അവരെ വേദനിപ്പിക്കുന്നു. ആ വേദനയ്ക്ക് മറുമരുന്ന് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. എങ്ങനെയെന്നറിയില്ലേ? കുറച്ചുകൂടെ സംഘടിതരാവൂ, നല്ലപോലെ സുരക്ഷിതരാവൂ. അതിന് ഭരണ പങ്കാളിത്തത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ആൾക്കാരെ ഏർപ്പാടാക്കൂ. കുട്ടികളെ പഠിപ്പിക്കൂ. നിങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കൂ, സ്ത്രീകളെ പഠിപ്പിക്കൂ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വന്നാൽ അവർക്കേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അവർക്ക് മതബോധത്തിനൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, അതൊരു സൈഡിൽ നിന്നോട്ടെ. പക്ഷേ കൂടെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ. ആ ചരിത്രം കുട്ടികൾ പഠിക്കട്ടെ. സീരിയലിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ചെവിക്കല് തിരുമിയിട്ട് ഇരുന്ന് ചരിത്രം പഠിക്കാൻ പറ. കാരണം ഇന്നത്തെ സാമൂഹിക സാഹചര്യം അപകടകരമാകുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിനെ വല്ലാണ്ട് ആക്രമിക്കാൻ കാത്തു നിൽക്കുകയാണ്. അക്രമത്തിൽ നിന്ന് നമ്മൾ സുരക്ഷിതരാവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ: പഠിക്കുക, വായിക്കുക, ഇതേപോലെ പ്രതികരിക്കാൻ പഠിക്കുക, പഠിപ്പിക്കുക. ഒരു പെൺകുട്ടി യൂട്യൂബ് തുടങ്ങിയ ഉടനെ അവളെ വിളിച്ച് വിലക്കുക, അവൾ അത് ചെയ്യുന്നു, അങ്ങനെയല്ല. അവൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവളടുത്ത് കൂടുതൽ ഇതിനെപ്പറ്റി പഠിച്ച് പറയാൻ പറഞ്ഞു കൊടുക്കുക. കൂടുതൽ പേർ മുന്നോട്ട് വരട്ടെ. ആർക്കും ഏത് സമയത്തും സപ്പോർട്ടിന് വിളിക്കാം. ഐ വിൽ സപ്പോർട്ട്. മുസ്ലിം പെൺകുട്ടികൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, പഠിക്കുക, കൂടുതൽ ബുക്സ് വായിക്കുക. നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. പണ്ടത്തെ കാലഘട്ടമല്ല, കൂട്ടുകുടുംബമല്ല, ന്യൂക്ലിയർ ഫാമിലിയാണ്. ഇഷ്ടം പോലെ സമയമുണ്ട്. കൂടുതൽ വായിക്കൂ, കൂടുതൽ വളരൂ. ഇതിനെയൊക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യൂ. ലെറ്റ് ദം നോ ദാറ്റ് നമ്മൾ അവെയറാണ്. നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് മനസ്സിലാക്കാം. അവിടെ നടന്ന ഒരു സംഗതി കൊണ്ട് ഒരു വിഭാഗം ജനതയെ അടിമപ്പെട്ട് മറ്റേ ബാനു ഇല്ലേ, അത് ഏറ്റവും വലിയ തെളിവാണ്. സ്വന്തം കൺമുന്നിൽ 7ഓളം വരുന്ന പെൺകുട്ടികളെ സ്വന്തം കൺമുന്നിൽ റേപ്പ് ചെയ്യുകയാണ്. 3 വയസ്സുള്ള തൻ്റെ കുഞ്ചു പൈതലിനെ കാലിൽ തൂക്കിയെടുത്ത് ചെവരിലടിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്ന ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഒരു കലാപം നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ ആണുങ്ങളെ അവർ തീർക്കും. നമ്മളെ അവർ ബലാത്സംഗം ചെയ്യും, ഭീകരമായി കൊല്ലും. അതാണ് അവന്മാർ വെയിറ്റ് ചെയ്യുന്നത്. അവന്മാർക്ക് ആഗ്രഹിക്കുന്നതാണ്. നമ്മളുടെ സ്വത്തുക്കൾ വേണം, എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവർ വിടില്ല. അവർക്ക് ഉന്നേശം വേറെയാണ്. അത് മനസ്സിലാക്കുക. അത് നമ്മളാണ് തിരിച്ചറിയേണ്ടത്. അവർക്ക് ആ ബോധം ഉണ്ടാക്കി കൊടുക്കൂ. നമ്മൾ ശരിക്കും വന്നാൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യഘട്ടം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പെൺകുട്ടികളെ പഠിപ്പിക്കുക. പെൺകുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുക. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങളെ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന്. പ്രിപ്പയർ ചെയ്യുക. കാരണം തയ്യാറെടുക്കേണ്ട ഒരു വലിയ
ആവശ്യഘട്ടത്തിലാണ് നമ്മളുള്ളതെന്നുള്ളതാണ് തിരിച്ചറിവ്. ഇത്തരത്തിലുള്ള വാണക്കുറ്റികളിരുന്ന് വർത്താനം പറയും. ഇതിനെ ഇഗ്നോർ ചെയ്യുകയല്ല, വിജിലൻ്റ് ആവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.